മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം +1 എക്സാം തകർത്തെറിഞ്ഞു പോയതാ അല്ലേ? റാൻസ് പറഞ്ഞത് മാത്രമേ നിങ്ങൾക്ക് +1 വന്നിട്ടുള്ളൂ. സോ സാർ അറിഞ്ഞിട്ടുണ്ട്, ഷ്വൈബ് സാർ നിങ്ങളുടെ കെമിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചത് സാർ അറിഞ്ഞിട്ടുണ്ട്. സോ സാർ വന്നിരിക്കുകയാണ്. ഇതാ നോക്ക്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. +2 കെമിസ്ട്രിയിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ആൽക്കഹോള്, ഫിനോൾ ആൻഡ് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത്, ലുക്കാസ് റിയേജന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇയാൾ ഇവിടെ മാത്രമല്ല ചോദിക്കുക, നമ്മുടെ ലാബ് എക്സാമിന്റെ വൈവക്ക് ചോദിക്കും, നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്, ലുക്കാസ് റിയേജൻ. ഇനി CBSE മക്കൾ കാണുന്നുണ്ടെങ്കിൽ CBSE മക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലാബിൽ നിങ്ങൾ ഓർഗാനിക്കിന്റെ അനാലിസിസിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലുക്കാസ് റിയേജൻ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓവർ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്ക്, വാട്ട് ഈസ് ദ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ലുക്കാസ് റിയേജന്റ്? പഠിച്ചോ, ഇപ്പൊ തന്നെ പഠിച്ചോ, പിന്നോട്ട് പോകണ്ട. ലുക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ അതാ പഠിച്ചോട്ടോ. എന്താ ലുക്കാസ് റിയേജന്റ്? അൺഹൈഡ്രസ് ZnCl2 പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl നമ്മൾ എന്ത് വിളിക്കുക, ലുക്കാസ് റിയേജന്റ് എന്ന് വിളിക്കുക. അടുത്ത ചോദ്യം, ആ ഒരു എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് സെറ്റ്. രണ്ടാമത്, വാട്ട് ഈസ് ലുക്കാസ് റിയേജന്റ് യൂസ്ഡ് ഫോർ? എന്തിനാണ് ലുക്കാസ് റിയേജന്റ് ഉപയോഗിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, എന്തിനാണ് ലുക്കാസ് റിയേജന്റ് ഉപയോഗിക്കുന്നത്? ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞല്ല സാർ, ഞങ്ങൾക്ക് അറിയാം. എന്താ ഉത്തരം പറയടാ? യെസ്, ടു ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ആൽക്കഹോൾ അല്ലേടാ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി ആൽക്കഹോൾ തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ലുക്കാസ് റിയേജന്റ്. ഇവിടെ നോക്ക്, എത്ര മാർക്കിന്റെ ചോദ്യ? 2 മാർക്കാ. ചോദ്യം നോക്കി ആൻസർ ചെയ്തണം. ഇത്ര എഴുതി നമുക്ക് 1 മാർക്ക് തരാം. നമുക്ക് ആ 1 മാർക്ക് കൊണ്ട് പോരാ, നമുക്ക് 60 ഔട്ട് ഓഫ് 60 കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം മക്കളെ? ദാ നോക്കിക്കോ, ഇതിനൊന്നും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ടേർഷ്യറി ആൽക്കഹോളിലേക്ക്, നമ്മൾ എന്ത് ചെയ്യാണ്, ലുക്കാസ് റിയേജന്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ടെർബിഡിറ്റി എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അപ്പിയർ ഇമ്മീഡിയറ്റ് ടെർബിഡിറ്റി അല്ലടാ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലോ ടെർബിഡിറ്റി ഉണ്ടാകും. ടെർബിഡിറ്റി വിൽ അപ്പിയർ ആഫ്റ്റർ സം ടൈംസ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ? ടെർബിഡിറ്റി അപ്പിയർ ആവുള്ളൂ. ആൻഡ് ലാസ്റ്റ് ഏതുണ്ട്? പ്രൈമറി ആൽക്കഹോൾ. ആ ചങ്ങായിൻ്റെക്ക് നിങ്ങൾ എന്തൊഴിച്ചോ, ലുക്കാസ് റിയേജന്റ് എത്ര അളവിൽ ഒഴിച്ചോ, ഒരു കാര്യമില്ല, നോ ടെർബിഡിറ്റി ആയിരിക്കും. അവിടെ എന്ത് പ്രസന്റ് ആവില്ല? ടെർബിഡിറ്റി പ്രസന്റ് ആവില്ല. സോ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുപയോഗിക്കുന്നത്? ലുക്കാസ് റിയേജന്റിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലടാ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാ കിടക്കണേ, ഓർഗാനിക്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മൾ അയ്യോ ടഫ് എന്ന് പറയുന്ന സാധനം ഇതാ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. നോക്ക്, നെയിം ദ പ്രൊഡക്റ്റ് ഫോംഡ് വെൻ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ദ ഫോളോയിങ് റിയേജന്റ്. താഴെ കൊടുത്തിരിക്കുന്ന റിയേജന്റുമായി ആരാ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? നോക്ക്, ഫിനോള, ഒന്നാമത്തത് ബ്രോമിൻ വാട്ടർ, 2 സിങ്ക് ഡസ്റ്റ്, 3 കോൺസെൻട്രേറ്റഡ് HCl. സിമ്പിൾ ആയിട്ട് പഠിക്കാം. നോക്ക്, എന്താണ് റിയാക്ട് ചെയ്യുന്നത്? ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എന്ത് വരും? OH വരും. അതിലേക്ക് ആരെയാ ആഡ് ചെയ്യുന്നത്? ബ്രോമിൻ വാട്ടർ. അയ്യോടാ, ബ്രോമിൻ വാട്ടർ എന്നാൽ എന്താ? ഒന്നുമില്ല, ബ്രോമിനും വാട്ടറിനെ എന്ത് വിളിക്കുക? ബ്രോമിൻ വാട്ടർ. സോ Br2 എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഈ Br2 എന്തിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യേണ്ടത്? വാട്ടറിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്ക്, Br ഇല്ലേ, ഈ Br എന്ത് ചെയ്യും? നോക്കിക്കോട്ടോ. അതായത് നമ്മളിവിടെ 3 മോള് Br എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ആ 3 ഇട്ടോട്ടത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിക്കോ, കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കിക്കോ, OH ഇവിടെ തന്നെ ഉണ്ടാവും. ഇതൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ ഇവിടെ ഒരു ബ്രോമിൻ വരും, ഇവിടെ എന്ത് വരുടാ? ഒരു ബ്രോമിൻ വരും. സോ 3 ബ്രോമിൻ അല്ലേ സാറേ വന്നിട്ടുള്ളൂ? ബാക്കി 3 ബ്രോമിൻ എവിടെ സാർ?
എടാ ഇവിടൊക്കെ എന്തുണ്ട്? ഈ പൊസിഷനിലും ആരുണ്ട്? ഹൈഡ്രജൻ ഇല്ലേ? ആ ഹൈഡ്രജൻ ബാക്കിയുള്ള 3 Br കൂട്ടി HBr ആയിട്ട് പോകും. നമുക്ക് ആവശ്യമില്ല. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് പോണം, പൊയ്ക്കോട്ടെ, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആരാവശ്യം മതി? ഇയാളെ മാത്രം പറ. ഇത്ര എഴുതിയാൽ മതിയോ? പോരാ, ഇയാൾ പേരും കൂടി വൃത്തിയാകേണ്ട എഴുതി കൊടുത്താള്. മാഷന്മാർ വിചാരിച്ചോട്ട് നിങ്ങൾ ടോപ്പാണ് എന്ന്. എന്താ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 2, 4, 6 2, 4, 6 ട്രൈബ്രോമോ. എന്താ നോക്ക്, ട്രൈബ്രോമോ എങ്ങനെ വന്ന്? 3 ബ്രോമിൻ ഉണ്ട്. സോ ട്രൈബ്രോമോ ഫിനോൾ എന്നാണ് എന്ത് ചെയ്യുക, അറിയപ്പെടുക. ഓക്കെയാണ്. ഇത്ര സിമ്പിളാ സാറേ. അതേടാ. ഇനി അടുത്തത് സിങ്ക് ഡസ്റ്റ് ആണ്. ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഫിനോൾ എടുത്തു. ഈ ഫിനോളിലേക്ക് ആഡ് ചെയ്യുന്നടാ? സിങ്കിന് ആഡ് ചെയ്യുന്നു. സാറേ സിങ്ക് ഡസ്റ്റ് പിന്നെ എന്താ സിങ്കിന് ആഡ് ചെയ്ത്? സിങ്ക് ഡസ്റ്റ് ആണ് സിങ്കിന്റെ പൊടികൾ. അപ്പൊ സിങ്കിന് ആഡ് ചെയ്യുക. ഈ സിങ്ക് എന്ത് ചെയ്യുന്ന അറിയോ? ഇവിടെയുള്ള ഈ ഓക്സിജൻ ഇല്ലേടാ, ഈ ഓക്സിജൻ ഇല്ലേ, ഈ ഓക്സിജനും സിങ്കും കൂടി അങ്ങനെ എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ചിട്ട് അവരെന്തായിട്ട് പോകും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ആരുണ്ട്? നമ്മളെ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എന്ത് വന്നു? എച്ച് വന്നു. എന്ത് വന്നു? എച്ച് വന്നു. ഇതിനെന്താ വിളിക്കുക? ഒന്നുമില്ലടാ, ബെൻസീൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബെൻസീൻ എന്ന് നമ്മൾ എന്ത് ചെയ്യും? വിളിക്കും. ഓക്കെ ആണടാ. ഇനി മൂന്നാമത്തെ എന്താ? കോൺസെൻട്രേറ്റഡ് HNO3. ഇതാ നോക്കിക്കോ. കോൺസെൻട്രേറ്റഡ് HNO3 OHന്റെ അടുത്ത് എന്തിനാഡ് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് HNO3 അനദർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാ. എന്താ സംഭവിക്കുക? ഇത് നൈട്രോ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ആളാ. എവിടെ വരും? 2,4,6 എന്ത് വരുടാ? നൈട്രോ ഗ്രൂപ്പ് എന്ത് ചെയ്യും? പ്രസന്റ് ആകും. എന്താകും? നൈട്രോ ഗ്രൂപ്പ് പ്രസന്റ് ആകും. ഇതിന്റെ പേര് 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്നാണ് എന്ത് ചെയ്യുക? അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? 2,4,6 ട്രൈനൈട്രോഫിനോൾ എന്നറിയപ്പെടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ തരാ, ഡൈല്യൂട്ട് HNO3യും ഏതാ, നമ്മളെല്ലാ പോസിബിലിറ്റി പഠിക്കണം. ഡൈല്യൂട്ട് HNO3യും ഫിനോളും തമ്മിൽ ട്രീറ്റ് ചെയ്താൽ എന്താ കിട്ടുക? നോക്കിക്കോ. ഒന്നാമത്തെ പ്രൊഡക്റ്റ് ഫിനോളിൻ്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ബ്രോമിൻ വരുന്നത്, അല്ലെങ്കിൽ ഫിനോളിൻ്റെ നാലാമത്തെ പൊസിഷനിൽ എന്ത് വരും? ഒരു ബ്രോമിൻ വരും. ഇതിൻ്റെ പേര് 2-ബ്രോമോഫിനോള്. ഇതെന്താ? 4-ബ്രോമോഫിനോള്. ഇതിൽ ഇയാളായിരിക്കും എന്ത്? മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയുള്ളടാ. നമ്മൾ കോൺസെപ്റ്റ് പഠിച്ച കെമിസ്ട്രി ഓർഗാനിക് ഈസിയാടാ. സെറ്റാക്കടാ. സാർ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഈ ട്രൈനൈട്രോഫിനോൾ ഇല്ലേ, ഇതിന് സാർ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. അതിൻ്റെ ഓമന പേരാണ് പിക്രിക് ആസിഡ്. എന്താണ്? പിക്രിക് ആസിഡ്. അതോടും പറയണ്ട കേട്ടോ. ഇതിൻ്റെ ഒമ്മന പേരാണ് എന്താടാ? പിക്രിക് ആസിഡ്. സെറ്റാണടാ? സെറ്റാണോ? ഇത്രയേ ഉള്ളടാ. ഇത്ര സിമ്പിളാടാ. നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.